வாடா செல்லம், வா வா வா, சாப்பிடு சாப்பிட்றா, சொல்லல. பாடு பாடு, ஒரு நல்ல இளையராஜா பாட்டா பாடு. பாடு. குயில பிடிச்சு அது ஹலோ, ஏய் முடிச்சிட்டியா? என்ன செட்டியாரே, வந்த வேலை முடிஞ்சுது. ஏண்டா நீ கூலி எதுவும் சொல்ல மாட்டியா? இந்த சின்ன வேலைக்கு சம்பளமா? வந்த இடத்துல உதவியில கிடைச்சிருக்கு. சரி சரி, அந்த இடத்துல பெருசா ஏதோ பார்த்து வச்சிருக்கு நீ. அடுத்து பெரிய வேலையா பண்ணும்போது உங்ககிட்ட இருந்து பெரிய சம்பளமா வாங்கிக்கிறேன். சரி, உனக்கு அங்க பிடிச்சது நீ எடுத்துட்டு போயிடுங்க. ஓகேவா? ஓகே. அம்மா பயமா. செல்லம், எனக்கு இளையராஜா சாங்னா ரொம்ப பிடிக்கும். என் கூட வந்துட்டியா? മുത്തശ്ശി മുത്തശ്ശി, എന്താ കല്ലുമോളെ, കിടന്നുറങ്ങിക്കേ. എനിക്ക് ഉറക്കം വരുന്നില്ല മുത്തശ്ശി. ഈ അയ്യപ്പൻകാവിൽ എന്താ ഉള്ളേ? എന്തിനാ ഇപ്പൊ അയ്യപ്പൻ കാവൊക്കെ? അയ്യപ്പൻ അവിടെ ഉണ്ടോ? അയ്യപ്പൻ ശബരിമലയിലല്ലേ മോളെ? പണ്ട് കാട്ടില് പുലിയെ തേടി വന്ന അയ്യപ്പൻ അവിടെ വിശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. ഏതോ ദുർമന്ത്രവാദികൾ അവിടെ വന്ന് എന്തൊക്കെയോ ചെയ്തേ പിന്നെ ആരും അങ്ങോട്ട് പോകാതായി. കല്ലുമോൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഇല്ല, അച്ഛൻ ഇപ്രാവശ്യം എന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? എന്നാ മുത്തശ്ശി അച്ഛനോട് പറയാട്ടോ. മോൾ ഇറങ്ങിക്കോ. സൗമ്യ, ദൈവമേ, ഇന്നും കുമ്പുതോരൻ തന്നെ. ഈ വിഷമടിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് എന്തിനാടി വെറുതെ അസുഖങ്ങളെ വിളിച്ചു വരുന്നത്? ഇത് ഫ്രഷാണ്. ഇതാവുമ്പോൾ കംപ്ലീറ്റ് വൈറ്റമിൻസാ. നിന്റെയൊക്കെ ആരോഗ്യമല്ലേ എന്റെ സമ്പാദ്യം. അല്ലാതെ കാശില്ലാണ്ടല്ലേ? കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ വാഴക്കും വാങ്ങിക്കൂടി. ഇത് ഓർഗാനിക്കാ, ജൈവ കൃഷി. യൂനോ? എന്ത്? അജയ, ഓ എടാ മോനെ, അവക്ക് വയസ്സ് 8 കഴിഞ്ഞു. അയ്യപ്പനെ നേർച്ച നേർന്നുണ്ടായ കുട്ടിയാ. ഈ 1-ാം തീയതി നട തുറക്കുമ്പോഴേ നീ അവളെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകണം. അജേട്ടാ, നേർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. ഇത്തവണ എന്തായാലും പോണം. കന്നിമലയല്ലേ അമ്മേ, അങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ? അയ്യപ്പം പാട്ടൊക്കെ നടത്തണ്ടേ? ഒന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ അവള് വ്രതവാ. മാലയിട്ട് അങ്ങ് കൊണ്ടുപോയച്ചാൽ മതി. നാട്ടുകാരെ വിളിച്ച് അയ്യപ്പക്കഞ്ഞിയും പാട്ടും ഒന്നും നടത്തണ്ട. എന്നാലും അമ്മേ. ഒരെന്നാലും ഇല്ല. പണ്ടത്തെ കാലമൊന്നും അല്ല ഇത്. അല്ലെങ്കിൽ ആർക്കാ ഇതിനൊക്കെ സമയം? എത്ര നാളായ കുഞ്ഞിൻ്റെ ആഗ്രഹമാടാ, ഒന്ന് സാധിച്ചു കൊടുത്തേക്ക്. ശരിക്കും? ഓക്കേ. മോളെ, നമുക്കൊരു സ്ഥലം വരെ പോയാലോ? സ്കൂളിലേക്കല്ലേ? അച്ചായി, ശരിക്കും നമ്മൾ എങ്ങോട്ടാ പോന്നേ? അയ്യപ്പ, മതി 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 മതി. ഇത്തവണ കേട്ടിട്ടുണ്ട് കേട്ടോ അയ്യപ്പൻ. ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാവേ. ദാണ്ടേ മോളു, ആ മല കാണുന്നില്ലേ?
ആ മലയുടെ തൊട്ടപ്പുറത്താണ് ശബരിമല. പക്ഷെ മുത്തശ്ശി പറഞ്ഞ 18 എണ്ണം ഉണ്ടെന്നാ. 18 ആണല്ലോ. ഇതാ 1, 2, 10, 16, 17, 18 ഏകദേശം അത്ര ഉണ്ടല്ലോ. അപ്പൊ അതാണ് ശബരിമല. നമ്മൾ ആദ്യമല്ലേ പമ്പയിലേക്കുള്ള ബസ് പിടിക്കും. നേരെ നമ്മൾ പോയി എരുമേലിൽ ഇറങ്ങും. അറിയാം. എരുമേലിയിൽ ഇറങ്ങിയിട്ട് പേട്ടതുള്ളല് കാണും. പേട്ടതുള്ളല് കണ്ടിട്ട് പമ്പയില് കുളിക്കും. പമ്പയില് കുളിച്ചിട്ട് മല കയറുന്നു. അത് കഴിഞ്ഞിട്ട് 18ാം പടി കയറുന്നു. മോക്കെല്ലാം അറിയാലോ, പിന്നെന്ത് വേണം? അച്ഛ എപ്പോഴും എന്നെ പറ്റിക്കോ? ഇത്തവണ പറ്റിക്കില്ല എന്റെ ചക്കരക്കുട്ടി. അതെ അയ്യപ്പ, ഇത്തവണ കല്ലൂസും ഞാനും കൂടി അയ്യപ്പനെ കാണാൻ വരുന്നതായിരിക്കും. ആ ശരിക്കും. ആ ദേ അയ്യപ്പൻ പറഞ്ഞു പെട്ടെന്ന് വരണമെന്ന്. അപ്പൊ അയ്യപ്പ നമുക്ക് നേരിട്ട് കാണാം. അയ്യപ്പ ഇത്തവണ കാണാമേ. അതെ പിടിച്ചോ. കല്ലൂസിരുന്നോ? തലയ്ക്ക് 10. തള്ളുണ്ണിക്ക് 100 കിട്ടിയല്ലോ. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. തള്ളുണ്ണി നിന്റെ ഗൾഫിൽ നിന്നാടാ. ആ കല്ലു, ഉണ്ണേണ്ടെന്ന് കൊറേ കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ നിനക്ക് വേണോ? അയ്യപ്പന്റെ പടുണ്ടോ? അയ്യപ്പന്റെ ഒന്നുമില്ല, തോറും റോക്കി ബൈയും ഉണ്ട്. വേണോ? എനിക്ക് വേണ്ട. ഇന്ന് വൈകിട്ട് നമുക്ക് അയ്യപ്പൻകാവി പോയാലോ? ആ മഴയില്ലെങ്കിൽ പോവാം. കല്ലു, അടുത്ത ഏതാ പീരീഡ്? കണക്കാ. ഓ അപ്പ സ്ലീപ്പിംഗ് അവ. പിന്നെ വൈകിട്ട് അയ്യപ്പൻകാവല്ലേ?